പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പഠിച്ചൊരു സാധനം ഓർത്ത് നിൽക്കാൻ പറ്റില്ല. പക്ഷെ പെട്ടെന്ന് പഠിക്കാനും പറ്റില്ല. പഠിച്ചാൽ തന്നെ ഒരു കാര്യവും കറക്റ്റായിട്ട് കിട്ടുന്നില്ല, എക്സാംസിന് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അത് തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളെ തന്നെ പോലും നമുക്ക് പല കാര്യങ്ങളും നമുക്കത് കറക്റ്റായിട്ടുള്ള ബേസിക്സ് കിട്ടാത്തതുകൊണ്ട് പല സമയം നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്, വർക്ക് ഡിലേസ് ആകാറുണ്ട്. ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ടൊരു പാറ്റേൺ ഉണ്ട്. അപ്പം എങ്ങനെ ഒരു സാധനം പെട്ടെന്ന് പഠിക്കുന്ന സാധനം നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാം എന്നുള്ള ഒരു ഷീറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഇത് ഞാൻ അറിയാതെ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അത് ചെയ്തത് ആ ഒരു കാര്യം എന്താണെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കറക്റ്റായി വന്നതുകൊണ്ട് ഐ ഹാഡ് എ വെരി ഗുഡ് റിസൾട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ബാച്ചിലേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റാങ്കോടെ കുശാറ്റിൽ റാങ്കോടെ പാസ്സായ ഒരു വ്യക്തിയാണ്. സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കോളേജിൽ തന്നെ നമ്പർ 1 റാങ്കായിട്ട് പാസ്സായതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. അപ്പോൾ അത് എനിക്ക് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ ആണ് ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ടീച്ചറല്ലല്ലോ, ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഈ ഗൈസ് നോ, ലൈക്ക് ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് പഠിക്കുന്ന ആളുകളെ പോലും നമുക്ക് ആ സബ്ജക്റ്റ് എപ്പോഴും വാസ്റ്റ് ആയിരിക്കും, ഒത്തിരി പഠിക്കാനുണ്ടാവും. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കത് ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ചെയ്തത് നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ എപ്പോഴും ഡെയിലി പഠിച്ചിട്ട് അന്ന് നൈറ്റ് പോയിട്ട് റിവൈസ് ചെയ്ത് റിവിഷൻസ് നടത്തി പോകുന്നൊരു സ്റ്റുഡൻറ്റേ അല്ല. എന്നെ അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേയ്സിൽ മെയിൻ എക്സാമിൻ്റെ സമയത്താണ് ഐ ട്രൈ ടു കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാനാണ്, നല്ല മാർക്കോടെ പാസ്സാവാനാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അതിനുള്ള ഒരു മെയിൻ ഫാക്ടർ ഐ താങ്ക് ടു ഓൾ മൈ ഫ്രണ്ട്സ്. സ്പെസിഫിക്കലി ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ട്രിക്ക് മനസ്സിലായി. അലി അബ്ദാൽ, നിങ്ങൾക്കറിയാം, അലി അബ്ദാൽ പറയുന്നതാണ് ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ലേണിംഗ്. കറക്റ്റാണ്. കാരണം ഞാൻ അവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാരണം ഞാൻ അന്ന് നൈറ്റ് പോയിട്ട് ഞാനൊരു മോഡ്യൂൾ, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ദിവസം സ്റ്റഡി ലീവൊക്കെ ഉണ്ടാവുന്ന പ്ലാൻ ചെയ്യും. റഫ് പ്ലാനിങ് ഒക്കെ ഉള്ളൂ. ലാസ്റ്റ് എക്സാമൊക്കെ വെച്ച് നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഓടി നടന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ തലേദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ടിന് പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഫ്രണ്ട്സിന് പോയിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ അവൻ്റെ റൂമിൽ പോയിട്ട് അവൻ്റെ റൂമിൽ വേറെ കുറച്ച് പേരൊക്കെ വരും, വേറെ ആ സബ്ജക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അവിടെ എന്താ നടന്നുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി പഠിച്ച കാര്യം ഞാൻ റിവൈസ് ചെയ്യാണ്. രണ്ടാമതായിട്ട് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പഠിച്ചതിനെ അവർ തന്നെ എന്നെ വാലിഡേറ്റ് ചെയ്യണം, അവരെന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കൂടുതൽ ബെറ്ററായിട്ട് മനസ്സിലാക്കാനും എനിക്ക് പറഞ്ഞു കൊടുക്കാനും ചില സമയത്ത് ഞാൻ സ്റ്റക്ക് ആകാറുണ്ട്. എന്നെ ഒരു തിയറം ചോദിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ ആ സാധനം വന്നു, ആ വേരിയബിൾ എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഇന്നൊരു പ്രോബ്ലം എന്തുകൊണ്ട് അവിടെ വന്നു, അതെന്താ എനിക്ക് മനസ്സിലായി. പഠിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. അപ്പോൾ നമ്മൾ കാണാപ്പാടം പഠിച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളെയൊക്കെ അവിടെ കറക്റ്റായിട്ട് സ്ട്രീം ലൈൻ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റി. അപ്പം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കാരണം നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് കാരണം എക്സാമിന് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാം. നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാരണം നമുക്ക് അത് ബെറ്ററായിട്ട് എനിക്ക് അത് റീകോൾ ചെയ്യാനും പെട്ടെന്ന് അതായത് ഒരു തവണ പഠിച്ചാൽ ഓൾറെഡി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റിവിഷനും നന്നായിട്ട് നടക്കും. ലൈക്ക് നമ്മൾ തന്നെ പഠിച്ചത് നമ്മൾ റിവിഷൻ ചെയ്യണേക്കാളും ഏറ്റവും ബെറ്ററാണ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ. അപ്പം അത് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഐ തിങ്ക് ഐ സ്കോർഡ് ഗുഡ് മാർക്സ്, ലൈക്ക് നല്ല ഗ്രേഡോടെ പാസ്സാൻ സാധിച്ചു. അപ്പം ഞങ്ങൾ അതിനുശേഷം മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് കാനഡയിൽ യൂണിവേഴ്സിറ്റി വന്നപ്പം വി ഡിഡ് ദ സെയിം തിങ്. ലൈക്ക് ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡിയാണ്. വന്ന ആളുകളെല്ലാം അത്യാവശ്യം സ്മാർട്ടായിട്ട് പഠിക്കുന്ന ആളുകളായിരുന്നു. സോ വി ടുക്ക് ലൈക്ക് ഓരോരുത്തർ ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് വി ട്രൈ ടു എക്സ്പ്ലെയിൻ ടു ഈച്ച് അതർ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു 3 സ്റ്റെപ്പ് ഇവിടെ ഞാൻ പറയാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ 3 സ്റ്റെപ്പായിട്ട് പറയാറുണ്ട്. നമ്പർ 1 സ്റ്റെപ്പ്, ഞാൻ പഠിക്കും, നൈറ്റ് പഠിക്കും, പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു റീകോളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഫ്രണ്ട് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ റീകോൾ ചെയ്യുക, നിങ്ങൾ തന്നെ പഠിക്കാനായിട്ട്. അത് ആ റീകോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഫസ്റ്റ് ലൈക്ക് റിവ്യൂ ചെയ്യുക എന്ന് പറയും, നെക്സ്റ്റ് ഡേ റിവ്യൂ. രണ്ടാമതായിട്ട് പറയാനുള്ളത് ടീച്ച് ടു എ കിഡ് എന്ന് ഇമാജിൻ ചെയ്തിട്ട് പഠിക്കുക. ഫൈൻമൻ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ബട്ട് അറിയില്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പറയാം. ഫൈൻമൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള ഫിസിസിസ്റ്റാണ്, നോബൽ പ്രൈസ് മേടിച്ച ഫിസിസിസ്റ്റാണ്. ഫൈൻമൻ പറഞ്ഞതാണ്, ഒരു കാര്യം നിങ്ങൾക്ക് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ, ആ കുട്ടിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ യു ഡോണ്ട് നോ ദ കൺസെപ്റ്റ് റിയലി വെൽ എന്നാണ് ഫൈൻമൻ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് 5 വയസ്സുള്ള കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള സബ്ജക്റ്റിനെ പഠിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ പഠിക്കാനായിട്ടും ശ്രമിക്കും. ഇതിന് കുറച്ച് സമയം ആവശ്യമാണ് തീർച്ചയായിട്ടും. അപ്പം അത് ഐട്രേഷൻ എന്നൊക്കെ ഉള്ള ഒരു ടെക്നിക്കാണ്, ഒത്തിരി ഡീപ്പറായിട്ട് ചെയ്യാൻ പോകുന്നില്ല. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഫൈൻമാൻ ടെക്നിക് എന്നുള്ളത് റിസർച്ച് ചെയ്യുക. സ്പെല്ലിംഗ് അറിയണമെങ്കിൽ FEYNMAN
ടെക്നീക്ക് എന്നാണ് പറയുന്നത്. ഞാനൊന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിക്കാം. ഐ തിങ്ക് ദിസ് വിൽ ഹെൽപ്പ് യു ഗൈസ്. അപ്പം ഓക്കെ, FEY ഫൈൻമെൻ ടെക്നിക്. ഓക്കെ, ഫൈൻമെൻ ടെക്നിക് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ദിസ് ഇസ് വെരി ഗുഡ് വൺ. അതാണ് ടീച്ച് ടു ഗുഡ് കിഡ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി ഒരു റിവിഷൻ സ്ലോട്ട് ചെയ്യുക. ഇതൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം പഠിച്ചൊരു സാധനം വീണ്ടും പഠിക്കുക എന്നുള്ളത് എനിക്കും ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു, പാടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെയ്തൊരു ചീറ്റ് എന്ന് വെച്ചാൽ വീക്കിലി റിവിഷനൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ ചെയ്ത വെച്ചാൽ നമുക്ക് മോഡലും ഉണ്ടാവും മെയിനും ഉണ്ടാവും. അപ്പം മോഡലിൽ നമ്മൾ പഠിത്തം തുടങ്ങും. മോഡൽ എക്സാം ഓൾറെഡി ഉണ്ടാവും. അത് നമ്മൾ ഇന്റേണൽ നടക്കുന്ന എക്സാമാണ്. മെയിൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എക്സാമാണ്. അപ്പോൾ മോഡൽ എക്സാമിന് നമ്മൾ പഠിക്കും, കൂട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ മെയിൻ എക്സാമിനും കൈൻഡ് ഓഫ് സെയിം വരും. അപ്പം എല്ലാം ഒന്നും കവർ ചെയ്യത്തുണ്ട്. മോഡലിൽ നമ്മളൊരു പകുതി പഠിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ പകുതി പ്ലസ് 70-75% പഠിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ വീണ്ടും മെയിനിൽ പഠിക്കും. അപ്പോൾ 75% നന്നായിട്ട് റിവിഷൻ നടത്താൻ, നന്നായിട്ട് പഠിക്കാനും. അപ്പോൾ അത് വീക്കിലി റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇഫ് യു ഡു ലൈക്ക് എ റെപ്പറ്റീഷൻ, ചെയ്തൊരു കാര്യം നിങ്ങൾ പഠിച്ചു, പിറ്റേ ദിവസം റീകോൾ ചെയ്തു, പഠിപ്പിച്ചു കൊടുത്തു, ആ സാധനത്തിന് നിങ്ങൾ വീണ്ടും ഒരു തവണ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ റിമെമ്പർ ദാറ്റ് കൺസെപ്റ്റ് ലൈക്ക് നന്നായിട്ട് ഓർത്തിരിക്കും. അപ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതുന്നത്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് തന്നെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നെങ്കിൽ യു ട്രൈ ടു ടീച്ച് യുവർ സ്കിൽ സെറ്റ്. ഇപ്പം നിങ്ങളിപ്പം നല്ലതായിട്ട് കോഡ് ചെയ്യാൻ നല്ല കഴിവുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോഡിങ് നല്ല എക്സ്പെർട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്കില്ല് ബിൽഡ് ചെയ്യണമെങ്കിൽ, അതിന് പെട്ടെന്ന് അതിനകത്ത് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ യു ഗോ സ്റ്റാർട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ് പോലും കാണിക്കേണ്ട, വെറുതെ നിങ്ങളുടെ സ്ക്രീൻ കാണിച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ വെറുതെ വീഡിയോസ് എടുക്കും. അപ്പോൾ നിങ്ങൾ ആ കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കും, ഇമ്പ്രൂവ് ആവും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ഫാസ്റ്ററായിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അക്വയർ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുകൊണ്ട് പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഒരുപാട് ഇതുപോലെ ഇൻഫോ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കും. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.